ഹലോ, യെസ്, എല്ലാവർക്കും ഈ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 14-ാമത്തെ എപ്പിസോഡാണ്. 100 ദിവസം 100 വാർത്തകൾ, അതാണ് ഈ സീരീസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുമ്പത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് ഉണ്ട്. എല്ലാവരും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുഴുവൻ ഭാഗങ്ങളും കണ്ടു തീർക്കണം. ഓരോ അധ്യായത്തിൻ്റെയും കൂടെ തന്നുള്ള വൊക്കാബുലറി പ്രത്യേകം ഒരു നോട്ടുണ്ടാക്കി എഴുതി വെക്കണം. 100 ദിവസം കൃത്യമായി ഫോളോ ചെയ്യുകയും 100 ദിവസത്തെ വ്യത്യസ്ത മേഖലകളുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയും അതിൻ്റെ വാക്കുകൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്വാൻസ് ഇംഗ്ലീഷിൽ ഒരു മികച്ച നേട്ടം കൈവരിച്ച ആളാവുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇന്നത്തെ ന്യൂസ് നോക്കൂ. വൈൽഡ് അലിഗേഷൻ, സ്റ്റാലിൻ റെഫ്യൂട്ട്സ് മോദി ചാർജ് ഓൺ അപ്രോപ്രിയേറ്റ് ടെമ്പിൾസ്. ഇതാണ് ഇന്നത്തെ ന്യൂസ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് വാർത്ത. തമിഴ്നാടുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയാണ്. നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് എതിരായിട്ട് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ്, ഒരു വേദിയിൽ വെച്ച് പറഞ്ഞുള്ള അഭിപ്രായങ്ങളാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് നോക്കാം. വൈൽഡ് അലിഗേഷൻ. എന്താണ് ഈ വൈൽഡ് അലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വൈൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വന്യമായിട്ടുള്ള, അല്ലേ, സംസ്കാരമില്ലാത്ത, വന്യമായ എന്നൊക്കെ അർത്ഥമുണ്ട്. അലിഗേഷൻ മീൻസ് ആരോപണം എന്നാണ് അലിഗേഷൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ആരോപണം, അല്ലേ, അലിഗേഷൻ മീൻസ് ആരോപണം. ഓക്കെ, അലിഗേഷൻസ് ആരോപണം. എന്താണ് സ്റ്റാലിൻ റെഫ്യൂട്ട്സ്? സ്റ്റാലിൻ എന്ത് ചെയ്യുന്നു? റെഫ്യൂട്ട് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് റെഫ്യൂട്ട്? റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിരസിക്കുക എന്നാണ്. റെഫ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാലിൻ റെഫ്യൂട്ട്സ്. എന്താണ് നിരസിക്കുന്നത്? മോദി ചാർജ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചാർജ്. വാട്ട് ഈസ് ചാർജ്? ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ആരോപണം. അലിഗേഷൻ്റെ മറ്റൊരു വേർഡാണ് കുറ്റ ആരോപണം. എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ട് ആരോപിക്കുമ്പോഴാണ് ചാർജ് എന്ന് പറയാം. അപ്പോൾ അലിഗേഷൻ ഈക്വൽ ടു ചാർജ്. ആരോപണം, കുറ്റാരോപണം. ഓക്കെ, എന്താണ് സ്റ്റാലിൻ റെഫ്യൂട്ട് ചെയ്യുന്നത്, നിരസിക്കുന്നത്? ചാർജാണ്. എന്ത് ചാർജാ? മോദിയുടെ ചാർജ്. എന്താണ് ആ ചാർജ്? ഓൺ അപ്രോപ്രിയേറ്റിംഗ് ടെമ്പിൾസ്. ടെമ്പിൾ മീൻസ് ക്ഷേത്രം. ക്ഷേത്രങ്ങൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു എന്ന ആരോപണം. വാട്ട് ഈസ് അപ്രോപ്രിയേറ്റിംഗ്? നമ്മൾ അപ്രോപ്രിയേറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും ഇതിന് മുന്നോടിയായിട്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ സാധ്യതയുണ്ട്. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഉചിതമായ. ഇവിടെ ഉചിതമായ അമ്പലങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നാണോ? അല്ല. ഈ അപ്രോപ്രിയേറ്റിൻ്റെ രണ്ടാമത്തെ മീനിങ് മാത്രമാണ് ഉചിതമായത്. അതിനേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു മീനിങ് ഉണ്ട്. അത് പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ വാർത്ത മനസ്സിലാവാത്തത്. അറിയാത്തവർ ശ്രദ്ധിക്കുക. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. സ്നാച്ച് എന്ന് പറയില്ല നമ്മൾ, സ്നാച്ച്, അല്ലെങ്കിൽ കൈവശപ്പെടുത്തുക, പൊസഷനിൽ വയ്ക്കുക. അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ തട്ടിയെടുക്കുക. അപ്പോൾ ക്ഷേത്രങ്ങൾ തട്ടിയെടുക്കുക, അത് ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തട്ടിയെടുക്കുക. ആര്? ഈ സ്റ്റാലിൻ്റെ പാർട്ടി ക്ഷേത്രങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന അഭിപ്രായമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അപ്പോൾ ആ സംഗതിനെ, ആ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തെ ആര് റെഫ്യൂട്ട് ചെയ്യുന്നു, നിരസിക്കുന്നു? സ്റ്റാലിൻ നിരസിക്കുന്നു. സംഗതി മനസ്സിലായല്ലോ. ഇനി നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ ഓൺ തേഴ്സ്ഡേ ലോഞ്ച്ഡ് എ വിറുലന്റ് അറ്റാക്ക്. നോക്കി, ലോഞ്ച്ഡ് എ വിറുലന്റ് അറ്റാക്ക്. സ്റ്റാലിൻ ലോഞ്ച്ഡ് എ വിറുലന്റ് അറ്റാക്ക്. അറ്റാക്ക് മീൻസ് ആക്രമണമാണ്. ലോഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് ചെയ്തു. അതായത് നമ്മൾ സാധാരണ വിക്ഷേപിച്ചു എന്നൊക്കെയാണ് ലോഞ്ചിൻ്റെ, അല്ലേ, സ്ഥാപിച്ചു, വിക്ഷേപിച്ചു. ഇവിടെ എന്താണ് വിക്ഷേപിക്കുന്ന മൂപ്പര്? അറ്റാക്കാണ്, ആക്രമണം അഴിച്ചുവിട്ടു. എങ്ങനത്തെ ആക്രമണമാണ്? വിറുലന്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? വിറുലന്റ് എന്ന് പറഞ്ഞാൽ അതിപരുഷമായ, അത്യുഗ്രമായ. ഭയങ്കര വിറുലൻ്റായ, അത്യുഗ്രമായ, വളരെയധികം പരുഷമായിട്ടുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൺ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ആർക്കെതിരെയാണ്? നരേന്ദ്രമോദിക്കെതിരെ. എന്തിന്? ഫോർ മേക്കിംഗ് എ വൈൽഡ് അലിഗേഷൻ. അദ്ദേഹം ഒരു വൈൽഡായ അലിഗേഷൻ നടത്തിയിട്ടുണ്ട്.
അല്ലേ? ഒരു വളരെ വന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സംസ്കാരമില്ലാത്ത തരത്തിലുള്ള ആരോപണം ദാറ്റ് ടെമ്പിൾസ്, എന്താണത്? ടെമ്പിൾസ് ഇൻ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ബീങ് അപ്രോപ്രിയേറ്റഡ് ബൈ DMK ഗവൺമെൻറ് അത് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്ന ആരോപണമാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് തമിഴ്നാട് ബീങ് അപ്രോപ്രിയേറ്റഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. അതായത് തമിഴ്നാട് ബീങ് അപ്രോപ്രിയേറ്റഡ്, കൈയടക്കി വെച്ചിരിക്കുക. അപ്പോൾ ആ പറയുന്ന ക്ഷേത്രങ്ങളുടെ ഒരു അവസ്ഥയെ പറയുന്നത് ബീങ് അപ്രോപ്രിയേറ്റ്, കൈയടക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. ബൈ ദ DMK ഗവൺമെൻറ്. ആരിനാലാണ്? DMK ഗവൺമെൻറ്റിനാലാണ് അത് അടക്കി വെച്ചിരിക്കുന്നത്. ദാറ്റ് ദ ഇൻകം ഫ്രം ദ പ്ലേസസ് ഓഫ് വേർഷിപ്പ് വാസ് ബീങ് മിസ്യൂസ്ഡ്. മാത്രമല്ല, ഈ വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാധന, അത് പ്ലേസസ് ഓഫ് വേർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരാധനാ ഇടങ്ങൾ, ആരാധനാ സ്ഥലം. വാസ് ബീങ് മിസ്യൂസ്ഡ്. അതെന്ത് ചെയ്യാണ്? മിസ്യൂസ് ചെയ്യപ്പെടുക കൂടി ചെയ്യുകയാണ്. എന്താണ്? ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. Speaking at an event organized by the Hindu Religious and Charitable Endowments, അതായത് HR&CE, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അവർ സംഘടിപ്പിച്ച സ്പീക്കിംഗ് അതായത് ഈ പറയുന്ന ഈ മുഖ്യമന്ത്രി എവിടെയാണ് സംസാരിക്കുന്നത്? സ്പീക്കിംഗ് അറ്റ് ദ ഈവൻറ്റ് ഓർഗനൈസ്, ഒരു ഈവൻറ്റിലാണ്, ഒരു പരിപാടിയിലാണ്. ഓർഗനൈസ് ചെയ്ത്? HR&CE, ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെൻറ്റ് സംഘടിപ്പിച്ച പരിപാടിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ടു സെലിബ്രേറ്റ് 200th ആനിവേഴ്സറി, അതായത് 200ാമത്തെ വാർഷികം. എന്തിൻ്റെ വാർഷികം? സൈവൈറ്റ് സെയിൻറ്റ് തിരുവരു പ്രകാശ. അത് ഈ ശൈവ മതങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേർഡാണ് സൈവൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ശിവനെ ഭഗവാൻ ശിവനെ പരമ പ്രധാനത്തോടു കൂടി കാണുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ സൈവൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ സന്യാസി, അല്ലേ? സന്യാസി വര്യന്മാരാണ്. അപ്പോൾ സൈവൈറ്റ് സെയിൻറ്റ് തിരുവരു പ്രകാശ വള്ളലാർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സന്യാസികളായിട്ടുള്ള ആളുകൾ അവർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ചെന്നൈയിൽ തേഴ്സ്ഡേ. അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് വീണ്ടും നമുക്ക് വരാം. മിനിസ്റ്റർ said the Prime Minister speaks about Tamil Nadu wherever he goes but was unfair in his criticism on the state. പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകണ്ടോ അവിടെയൊക്കെ അദ്ദേഹം എന്താ ചെയ്തത്? തമിഴ്നാടിനെ ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ തമിഴ്നാടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹം സംസാരിക്കുന്നത് അൺഫെയർ ക്രിറ്റിസിസമാണ്, ന്യായരഹിതമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൺഫെയർ മീൻസ് ന്യായരഹിതമായിട്ടുള്ളത്. വെദർ ഹി വാസ് ഇൻ മധ്യപ്രദേശ്, അദ്ദേഹം ഇനി മധ്യപ്രദേശിലാണെങ്കിലും, ഓർ ആൻഡമാനിലാണെങ്കിലും, ഓർ തെലുങ്കാനയിലാണെങ്കിലും, ഹി കുഡ് നോട്ട് ഫോർഗെറ്റ്, അദ്ദേഹം മറന്നു പോവാറില്ല തമിഴ്നാടിനെ. ആൻഡ് വൈൽ വിസിറ്റിംഗ് തെലുങ്കാനയിൽ സന്ദർശിക്കുന്ന സമയത്ത് എ കപ്പിൾ ഓഫ് ഡേയ്സ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫോർ ഇലക്ഷൻ ക്യാമ്പയിൻ തിരഞ്ഞെടുപ്പ് പ്രചരണം, ഹി മെയ്ഡ് ദോസ് അലിഗേഷൻസ്, ആ സമയത്താണ് അദ്ദേഹം ഈ ഒരു ആരോപണം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നടത്തിയത്. ആസ് ദോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആസിഫ് എന്നതുപോലെ, ആസിഫ്. എങ്ങനെ? ദ ടെമ്പിൾ കെയിം അണ്ടർ ഗവൺമെൻറ് കൺട്രോൾ ഓൺലി ആഫ്റ്റർ ദ DMK കെയിം ടു പവർ ഇൻ ദ സ്റ്റേറ്റ്. അതായത് ഈ സംസ്ഥാനത്ത്, തമിഴ്നാട്ടിൽ ഈ ഗവൺമെൻറ് DMK ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷമാണ് ടെമ്പിളുകൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലായത് എന്നതുപോലെ, ആസിഫ് എന്ന പോലെ ആണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. മിസ്റ്റർ സ്റ്റാലിൻ പറഞ്ഞു, ലിസ്റ്റിംഗ് ഔട്ട്, നിരത്തി വെച്ചുകൊണ്ട്, ഇങ്ങനെ നിരത്തുക, നമ്മളിങ്ങനെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് അവതരിപ്പിക്കുക, എണ്ണി പറയുക. ലിസ്റ്റ് ഔട്ട് മീൻസ് എണ്ണി പറയുക, നിരത്തുക. ഔട്ട് ദ ഡെവലപ്മെൻറ്റ്സ്, വികസനങ്ങൾ, ടു ദ ടെമ്പിൾസ്,
ക്ഷേത്രങ്ങൾ മെയ്ഡ് അണ്ടർ ദ പ്രസൻറ്റ് DMK ഗവൺമെൻറ്, ഇപ്പം നിലവിലുള്ള DMK ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ, ഡെവലപ്മെൻറ്റ്സുകൾ അദ്ദേഹം ഇങ്ങനെ നിരത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നോട്ട് എ സിംഗിൾ പൈസ ഡ്രോപ്ഡ് ഇൻ ദ ടെമ്പിൾ ഓഫറിംഗ് ബോക്സ്. ക്ഷേത്രങ്ങളിലെ ഓഫറിംഗ് ബോക്സിൽ ഡ്രോപ്പ് ഇടുക, ഡ്രോപ്പ്ഡ് അല്ലെങ്കിൽ വീഴുക. എവിടെ വീണേ? ഓഫറിംഗ് ബോക്സുകൾ, ദാറ്റ് മീൻസ് ഭണ്ഡാരപ്പെട്ടികളിൽ, നേർച്ചപ്പെട്ടികൾ. ഭണ്ഡാരപ്പെട്ടിനെ നമ്മൾ ഓഫറിംഗ് ബോക്സ് എന്ന് ഇംഗ്ലീഷ് പറയാം. ഓഫറിംഗ് ബോക്സസുകളിൽ വാസ് ടേക്കൺ ഔട്ട് ഫോർ എനി അതർ പർപ്പസ്, മറ്റൊരു കാര്യത്തിന് വേണ്ടിയും എടുത്തിട്ടില്ല. ആൻഡ് ദർ വാസ് എ പ്രോപ്പർ സിസ്റ്റം. മാത്രമല്ല, അവിടെ വളരെ പ്രോപ്പറായൊരു സിസ്റ്റം ഉണ്ട് ടു മോണിറ്റർ. എന്തിനു വേണ്ടിയിട്ട്? അവയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ദ ഫ്ലോ ഓഫ് ഫണ്ടിൻ്റെ ആ ഒഴുക്ക് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് എന്താ പറയുക, പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. മേക്കിംഗ് ആൻ അനൗൺസ്മെൻറ്റ്, ഒരു അനൗൺസ്മെൻറ്റ് അദ്ദേഹം നടത്തി. ദ ന്യൂ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് കമ്മിങ് അപ്പ്. ഈ അടുത്ത കാലത്തായിട്ട് വരാനിരിക്കുന്ന സംഗതിനെ നമ്മൾ കമ്മിങ് അപ്പ് എന്ന് പറയുന്നത്, വരാനിരിക്കുന്ന എന്നാണ് അതിൻ്റെ അർത്ഥം. വരാനിരിക്കുന്ന ഒരു പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട് അറ്റ് കൂടല്ലൂർ ഡിസ്ട്രിക്റ്റ്, വുഡ് ബി നെയിംഡ് ആഫ്റ്റർ. അതെന്ത് ചെയ്യും? നെയിം ആഫ്റ്റർ ചെയ്യും. വല്ലലാർ ഓൺ ദ ഒക്കേഷൻ, ഈ വല്ലലാർ സ്വാമിയുടെ പേരിലായിരിക്കും അത് അറിയപ്പെടുക. നെയിം ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ പേര് നൽകുക, ആരുടെയെങ്കിലും സ്മരണയ്ക്കായി പേരുകൾ നൽകുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നെയിം ആഫ്റ്റർ എന്ന് പറയുക. മിസ്റ്റർ സ്റ്റാലിൻ സെഡ്, സ്റ്റാലിൻ പറഞ്ഞു, that it was former Chief Minister M. Karunanidhi who first named a colony after this സൈവൈറ്റ് സെയിൻറ്റ്. ഈ സൈവൈറ്റ് സെയിൻറ്റിൻ്റെ സന്യാസിയുടെ പേരിൽ ആദ്യമായിട്ടൊരു കോളനിക്ക് ആ പേര് നൽകിയത്, നെയിം ആഫ്റ്റർ ചെയ്തത് കരുണാനിധിയുടെ കാലഘട്ടത്തിലാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ കാലഘട്ടത്തിലാണ്. ഇത്രയുമാണ് ഈ വാർത്ത പറയുന്നത്. ഓക്കെ, അതിൻ്റെ കുറച്ച് ഭാഗം പേജ് 4 ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആദ്യം ഈ എന്താ പറയുക, ഫ്രണ്ട് പേജിൽ പറഞ്ഞിരിക്കുന്ന വാർത്ത ഇത്രയാണ്. ഇതിൽ നിന്നും നമുക്ക് ഇത്രയധികം വൊക്കാബുലറി കിട്ടിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഇതേ ന്യൂസിൻ്റെ ഭാഗമായിട്ട് നൽകിയിരിക്കുന്ന 2 ഹൈലൈറ്റ് പോർഷനുണ്ട്. അതിലൊന്ന് MK സ്റ്റാലിൻ പറഞ്ഞത്, നോട്ട് എ സിംഗിൾ പൈസ ഡ്രോപ്ഡ് ഇൻ ദി ടെമ്പിൾ ഓഫറിംഗ് ബോക്സ്. ഇത് നമ്മൾ നേരത്തെ വായിച്ച കാര്യം തന്നെയാണ്. ഓഫറിംഗ് ബോക്സ് മീൻസ് നേർച്ചപ്പെട്ടി, ഭണ്ഡാരപ്പെട്ടി. ഈസ് ടേക്കൺ ഔട്ട് ഫോർ എനി അതർ പർപ്പസ് ആൻഡ് ദർ ഇസ് എ പ്രോപ്പർ സിസ്റ്റം ടു മോണിറ്റർ ദ ഫ്ലോ ഓഫ് ദ ഫണ്ട്സ്. അതായത് ഫണ്ടിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, നിരീക്ഷിക്കുന്നതിന് കൃത്യമായിട്ടൊരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടെന്നും ഒരു പൈസ പോലും ഈ ഓഫറിംഗ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തത് മറ്റൊരു ആവശ്യത്തിനും ഉപയോഗിച്ചിട്ടില്ല എന്നുമുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി KS അളഗിരി പറഞ്ഞത്, TNCC പ്രസിഡന്റ് ആയിട്ടുള്ള അളഗിരി എന്തോ പറഞ്ഞിട്ടുണ്ട് നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് കമ്മ്യൂണൽ ടെൻഷൻ. പ്രധാനമന്ത്രി എന്തുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്? കമ്മ്യൂണൽ ടെൻഷൻ. വാട്ട് ഈസ് കമ്മ്യൂണൽ ടെൻഷൻ? കമ്മ്യൂണൽസ് മീൻസ് വർഗീയം, അല്ലേ? വർഗീയ സംഘർഷം. കമ്മ്യൂണൽ ടെൻഷൻ മീൻസ് വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് സ്റ്റേറ്റിൽ ദർ ഇസ് നോൺ ഫോർ പീസ്. എങ്ങനത്തെ സ്റ്റേറ്റാണത്? സമാധാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആൻഡ് ഹാർമണി, ഐക്യത്തിൻ്റെ, ഒരുമയുടെ. ഹാർമണി മീൻസ് ഒരുമ അല്ലെങ്കിൽ ഐക്യം. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പേരിൽ, പീസിൻ്റെയും ഹാർമണിയുടെയും പേരിൽ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനത്ത് എന്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ശ്രമിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്, അളഗിരി പറയുന്നത്? കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഹിസ് എഫേർട്സ് വിൽ നെവർ ഫ്രക്ടിഫൈ. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷേ ഹിസ് എഫേർട്സ്, അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വിൽ നെവർ ഫ്രക്ടിഫൈ. അവ ഫ്രക്ടിഫൈ ആവില്ല. വാട്ട് ഈസ് ഫ്രക്ടിഫൈ? കായ്ക്കൂല, സഫലമാകില്ല. അപ്പോൾ ഫ്രക്ടിഫൈ മീൻസ് കായ്ക്കുക, സഫലമാകുക, പൂർത്തീകരിക്കുക. മനസ്സിലായില്ലേ? ഫ്രക്ടിഫൈ നല്ല വേർഡല്ലേ? അതെ. ഇനി ഇതിൽ ആ ഫോട്ടോയുടെ കീഴിൽ തന്നിരിക്കുന്ന ക്യാപ്ഷൻ നമുക്ക് നോക്കാം. ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ അറ്റൻഡ്സ് ദ വാലഡക്ടറി ഫംഗ്ഷൻ ഓഫ് വെള്ളാലാർ 200, എ ഫോട്ടോ എക്സിബിഷൻ ഓൺ സെയിൻറ്റ് വെള്ളാലാർ കണ്ടക്റ്റഡ് ബൈ ദ HRCE. അതെന്താ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് കലൈവനാർ അരങ്കം ഇൻ ചെന്നൈ ഓൺ തേഴ്സ്ഡേ. HR&E മിനിസ്റ്റർ PK ശേഖർ ബാബു, കുന്ത്രക്കുടി അഡിഗ്ലാർ, ഇതൊക്കെ പേരുകളാണ്. ആൻഡ് പ്രോമിനൻ്റ്, അവിടെ ഒരു വൊക്കാബുലറി ഉണ്ട്. എന്താണ് പ്രോമിനൻ്റ്? പ്രമുഖമായിട്ടുള്ള. അദീനാം
ആർ ഓൾസോ സീൻ. വളരെ പ്രമുഖരായിട്ടുള്ള അധീനാംസൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഈ പരിപാടിയിൽ വെച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് പഠിച്ച മുഴുവൻ വാക്കുകളും ഏതൊക്കെയാണ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അലിഗേഷൻ ആരോപണം, റിഫ്യൂട്ട് നിരസിക്കുക, ചാർജ് കുറ്റാരോപണം, അപ്രോപ്രിയേറ്റ് തട്ടിയെടുക്കുക, കൈവശപ്പെടുത്തുക. ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് അപ്രോപ്രിയേറ്റ് ഇതുവരെ നമ്മൾ കേട്ടിരിക്കുന്ന അർത്ഥം വേറെയാണല്ലേ. അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക. വിറുലൻറ്റ്, അതിപരുഷമായ, അത്യുഗ്രമായ. മിസ്യൂസ്, ദുരുപയോഗം ചെയ്യുക. അൺഫെയർ ക്രിറ്റിസിസം, ന്യായരഹിതമായിട്ടുള്ള വിമർശനം. ലിസ്റ്റ് ഔട്ട്, എണ്ണി പറയുക, നിരത്തുക അല്ലേ, എണ്ണി പറയുക അല്ലെങ്കിൽ നിരത്തുക. യെസ്. ഓഫറിംഗ് ബോക്സ്, ഭണ്ഡാരം, നേർച്ചപ്പെട്ടി, മോണിറ്റർ, നിരീക്ഷിക്കുക. കമ്മിങ് അപ്പ്, വരാനിരിക്കുന്ന. നെയിം ആഫ്റ്റർ, പേര് നൽകുക. കമ്മ്യൂണൽ ടെൻഷൻ, വർഗീയ സംഘർഷം. ഹാർമോണി, ഐക്യം. ഫ്രക്ടിഫൈ, കായ്ക്കുക. പ്രോമിനൻ്റ്, പ്രമുഖമായ. ഫ്രക്ടിഫൈ, കായ്ക്കുക, സഫലമാക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വേർഡാണ്. ഇത്രയും വേർഡ്സാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ പലരും കമൻറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്.